ഇഷ്ടപ്പെട്ടു, കുഴപ്പമില്ല. ഒരു ആക്ഷനൊക്കെ എങ്ങനെയുണ്ട്? ആക്ഷൻ എല്ലാം അടിപൊളിയാണ്. വിസ്മയ മോഹൻലാലൊക്കെ എങ്ങനെയുണ്ട്? ആകെ പൊളിച്ച് പടക്കം തന്നെ ഗംഭീരമായിട്ടുണ്ടല്ലേ? വിസ്മയ മോഹൻലാലിന്റെ ഫൈറ്റിംഗ് ഒന്നും പറയില്ല, അടിപൊളി. എങ്ങനെയുണ്ട് ശരിക്കും വിസ്മയുടെ തുടക്കം? അടിപൊളിയായി DNA പ്രൂവ് ചെയ്തിട്ടുണ്ട് ആള്. ആളും നമുക്ക് ആദ്യമേ കാണുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല പേടിയാവുന്നുണ്ട്. ആള് ഡയലോഗൊക്കെ കുറവാണെങ്കിൽ പോലും ആളുടെ ഒരു ഫൈറ്റും അല്ലെങ്കിൽ ആ വില്ലൻ ക്യാരക്ടറൊക്കെ പക്കയാണ്. ഒരു ഓവറോൾ തിയേറ്റർ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് തുടക്കം എന്ന് പറഞ്ഞാൽ ഇതാണ് തുടക്കം. പെരുമ്പാവൂർ ആന്റണിയുടെ മോൻ വിസ്മയകരാണ്. പ്രൊഡ്യൂസർ പെരുമ്പാവൂർ ആന്റണി, മറ്റത് മോഹൻലാലിൻ്റെ മോൻ. ആണാ എങ്ങനെയുണ്ട്? ഇടി എങ്ങനെയുണ്ട്? സൂപ്പർ ഫൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ആ ഒരു സ്റ്റെപ്പ് തന്നെ ഉണ്ട്. സിനിമയായിരുന്നു, ഭയങ്കര ഇഷ്ടപ്പെട്ടു. വിസ്മയന്റെ ഫസ്റ്റ് മൂവിയാണ് അടിപൊളിയായിട്ട് ചെയ്തത്. എങ്ങനെയുണ്ട് ആക്ഷനൊക്കെ? അടിപൊളിയായിരുന്നു. ഓക്കെ, അടിപൊളിയായിരുന്നു. രണ്ടാളും കൂടി സീൻസ് ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ത്രില്ലൊക്കെ കളിപ്പിക്കുന്നുണ്ടോ? സെക്കൻഡ് ഹാഫ് അടിപൊളിയാണ്. മൂവി സത്യം പറഞ്ഞാൽ ഇത്രയും പ്രതീക്ഷിച്ചല്ല വന്നത്. വിസ്മയുടെ ഫസ്റ്റ് പെർഫോമൻസ് തന്നെ അടിപൊളിയായിട്ടുണ്ട്. ഇനിയും ഫാർ ബെറ്റർ ആയിട്ട് ഇനി റോൾസ് ചെയ്യും. മോഹൻലാലിനെ കാണും സൂപ്പർ സ്റ്റാർ ആയിട്ട് ഡെവലപ്പ് ആവും എന്ന് ഷുവറാണ്. എൻ്റെ മോളെന്ന് വീണ്ടും തെളിയിച്ചു. അതെ, ഷുവറായിട്ടും അത് നല്ല പെർഫോമൻസ് ആയിരുന്നു. മോഹൻലാൽ തൻ്റെ ആ ഒരു പാത പിന്തുടർന്ന് നല്ല ഉയരങ്ങളിൽ ഉറപ്പാണ്. എങ്ങനെയുണ്ട് ഇടിയൊക്കെ ആണെങ്കിലും? ഇടിയൊക്കെ ആക്ച്വലി അത് നല്ലൊരു, കാരണം ഒരു ഹോളിവുഡ് സ്റ്റൈൽ പോലെയൊക്കെ തോന്നി. പിന്നെ ഒരു ഗേൾ പവർ അത് തെളിയിക്കുന്നുണ്ട്. ഒരു മെസ്സേജ് ആണോ പടം? അതെ, ഒരു ഇൻസ്പിറേഷൻ തന്നെയാണ്. ഇനിയും കുട്ടി തലമുറകളൊക്കെ മാർഷ്യൽ ആർട്സിലൊക്കെ ഒരു ഇൻസ്പിറേഷൻ വരും. അപ്പോൾ ഇപ്പോഴത്തെ തലമുറ കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്. അതെ, കാരണം ഇപ്പം റിയലി നമുക്കിപ്പം ഉള്ള ഇൻസിഡൻ്റ് ആണല്ലോ ഈ കാര്യങ്ങളൊക്കെ. അപ്പം അതിൽ നിന്നൊക്കെ ഒരു എങ്ങനെ അതിൽ നിന്ന് പ്രതിരോധിക്കാം, എങ്ങനെ വരാം എന്നുള്ള ഒരു നല്ലൊരു മെസ്സേജ് തന്നെയാണ്. പുള്ളി ഒരു മലയാളി ഒരു രീതിയല്ല, നമുക്ക് കാണുമ്പോൾ ഒരു ഹിന്ദി അങ്ങനത്തെ ഒരു രീതിയാണ് തോന്നുന്നത്. നമ്മളതാ പ്രത്യേകിച്ച് പറഞ്ഞത്. ഓവറോൾ ഒരു വിസ്മയുടെ നല്ലൊരു തുടക്കം തന്നെ. പൊളിയാണ്. എല്ലാവരുടെ ആക്ടിങ് സൂപ്പറാണ്. മോഹൻലാൽ സാർ കൂടെ വന്നപ്പോൾ പിന്നെ അതിന് വേറെ ഇഫക്റ്റ് ആണല്ലോ. അടിപൊളി, ഓസം പറയാതിരിക്കാൻ പറ്റത്തില്ല. ഭയങ്കര അടിപൊളിയായിരുന്നു. കാര്യം വിസ്മയ മോഹൻലാലിനെ കുറിച്ചൊരു എല്ലാവരും ഒരു ഇത്ര ഏജ് ആയിട്ട് വന്ന് അഭിനയിക്കുന്നു എന്ന് പറഞ്ഞത് കൊണ്ട് ആൾക്കാർക്കൊരു കുറച്ച് ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനെയൊക്കെ വിസ്മയ പൊളിച്ചടുക്കി. ഷി വാസ് പുള്ളിക്കാരി ഭയങ്കരമായിട്ട് ഓഡിയൻസുമായിട്ട് നമുക്ക് തോന്നുന്നില്ല ഒരു പുതിയൊരു ആർട്ടിസ്റ്റ് ആണെന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടായിരുന്നില്ല. പുള്ളിക്കാരി ഭയങ്കരമായിട്ട് ഓഡിയൻസുമായിട്ട് ഭയങ്കര കണക്ഷൻ തോന്നി നമുക്ക്. അപ്പം നമുക്കൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടല്ലോ, ഇത് എങ്ങനെയിരിക്കും പുതിയ ആളാണ് എങ്ങനെയിരിക്കുന്നത്. പക്ഷെ അതിനെയൊക്കെ വിസ്മയ ഓവർകം ചെയ്തു. ഭയങ്കര ഷിയസ് ഭയങ്കര എന്താ പറയണത്, മൂവി ഇറ്റ്സെൽഫ് ഈസ് ഭയങ്കര നല്ലൊരു മെസ്സേജ് കൊടുക്കുന്ന ഒരു മൂവിയാണ്. അത് നമ്മുടെ ജൂഡ് കൊടുത്തിരിക്കുന്ന ജൂഡിൻ്റെ ഡയറക്ടറിയിൽ വന്നിരിക്കുന്ന ഒരു സ്ഥലത്ത് പോലും ഒരു ലാഗ് ഫീൽ ചെയ്യാത്തൊരു മൂവിയാണ്. ഇറ്റ് വാസ് സ്മൂത്ത്ലി ഫ്ലോയി. നല്ല സസ്പെൻസ് ഒക്കെ ക്യാരി ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇറ്റ്സ് എ വെരി ഗുഡ് മൂവി, പറയാതിരിക്കാൻ പറ്റത്തില്ല ഉറപ്പായിട്ടും. കാരണം എന്ന് വെച്ചാൽ മോഹൻലാൽ വിസ്മയുടെ ഏറ്റവും വലിയൊരു ചാലഞ്ച് എന്താണെന്ന് വെച്ചാൽ ഇത്രയും വലിയൊരു ലെജൻഡറി ആക്ടറിൻ്റെ മകളാണ്. അത് നമ്മൾ പല എന്താ പറയുക വീഡിയോസൊക്കെ കാണുമ്പോഴത്തേക്കും പുള്ളിക്കാരിക്ക് ഭയങ്കര ആ ഒരു ടെൻഷൻ ആ കുട്ടിക്ക് നമ്മളെപ്പോഴും ആ മൂവി ഇതിൻ്റെ പ്രൊമോഷൻസിനൊക്കെ വരുമ്പോഴൊക്കെ കാണുന്നുണ്ടായിരുന്നു. പക്ഷെ അതിൽ കണ്ട ഒരു വിസ്മയ അല്ലായിരുന്നു മൂവിയിലെ സ്ക്രീനിൽ, ബിഗ് സ്ക്രീനിൽ കണ്ടത്. ഹി വിൽ ഡെഫിനറ്റ്ലി മേക്ക് ഹർ ഫാദർ പ്രൗഡ്. പിന്നെ ഒരു ഫീമെയിൽ സൈഡിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും നല്ല പഞ്ചോടും കൂടിയാണ് പുള്ളിക്കാരിയുടെ ആ ഒരു മൂവ്മെൻറ്റ്. പിന്നെ പുള്ളിക്കാരിയുടെ സ്ട്രോങ് പോയിൻ്റ് ആണല്ലോ മാർഷ്യൽ ആർട്സ് എന്ന് പറയുന്നത്. വിസ്മയുടെ ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഏരിയ ആണ് പുള്ളിക്കാരി. അതിനെ ഫുള്ളി നമ്മൾ ജൂഡ് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ഞാനിന്ന് ഐ തിങ്ക് ടുഡേ ഇസ് ദ സെക്കൻഡ് ഡേ ഇല്ലേ, മൂവീൻ്റെ സെക്കൻഡ് ഡേ ആണ്. ഞാൻ വേറെ റിവ്യൂസ് ഒന്നും കാണാതെ വന്ന് കണ്ട ഒരാളാണ്. അതിനെ ബാധിക്കുകയെന്നുള്ള അത് പബ്ലിക്ക് തീരുമാനിക്കേണ്ട കാര്യമാണ്. പേഴ്സണലി എനിക്ക് അതിനെയൊക്കെ അതിൻ്റെ ആ എന്താ പറയുന്ന പറഞ്ഞിരിക്കുന്ന ആ റെസ്പോൺസിനെയൊക്കെ മേലെ നിന്നു ഈ മൂവി. ഇറ്റ്സ് എബവ് എവറിത്തിങ്. എന്ന് വെച്ചാൽ നമ്മൾ ഏത് ആസ്പെക്റ്റിലെടുത്താലും ഇപ്പോൾ ഒരു മൂവി എന്ന് പറയുന്ന ഒരു എൻ്റർടൈൻമെൻ്റ് ആണ്. അപ്പം നമ്മളൊരു മൂവി എൻ്റർടൈൻമെൻറ്റ് കാണാനായിട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പ്രേക്ഷകൻ എക്സ്പെക്ട് ചെയ്യുന്ന കുറേ എലമെൻറ്റ്സ് ഉണ്ട്. അതിനകത്ത് മൂവി ഷുഡ് ബി വെരി ഫ്ലോയി, നമുക്ക് ലാഗ് ഉണ്ടാവാൻ പാടില്ല, ഭയങ്കര ത്രില്ലിങ് ആയിരിക്കണം, നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ആസ്വാദ്യം ഉണ്ടാവണം. അതെല്ലാ എലമെൻറ്റ്സും ഈക്വൽ ടു പ്രൊപ്പോർഷനിൽ ജൂഡ് കൊടുത്തിട്ടുണ്ട്. വെരി ഗുഡ് ഡയറക്ഷൻ. പിന്നെ എന്താണ് ലെജൻഡറി ആക്ടേഴ്സൊക്കെ ഉണ്ട് അതിൻ്റെ. ഒരിക്കലുമില്ല, അത് എവിടെ ഏൽക്കുന്ന പോലും ഇല്ല. വിസ്മയ ബോഡി ഷേമിങ് എന്ന് പറയുന്നത് ഇപ്പോൾ
ആർക്കും ആരെക്കുറിച്ച് വേണമെങ്കിലും പറയാം, ഈവൻ എന്നെക്കുറിച്ച് വേണമെങ്കിലും പറയാം. അപ്പോൾ അതുകൊണ്ട് ബോഡി ഷെയ്മിങ്ങിലല്ല, ബോഡിയിൽ ഒരാളുടെ ഒരു അപ്പിയറൻസിലല്ലല്ലോ കാര്യം, അയാളുടെ കയ്യിലിരിക്കുന്ന കോണ്ടന്റിലാണല്ലോ കാര്യം. ആ കണ്ടന്റ് ആ കുട്ടിക്ക് നന്നായിട്ടുണ്ട്, അത് ആ കുട്ടി നന്നായിട്ട് നമ്മുടെ ഡയറക്ടറാണ് മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഷീ ഹാസ് ഓൾസോ പെർഫോം അമേസിംഗ്.